Hello guys, welcome back to another video of Jazeera's journey. അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു കുട്ടി റെസിപ്പി വീഡിയോ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി കുടിച്ചു തന്നെ ഒരു സാധനമാണ് ഈ ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റിൻ്റെ ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ACV പോലെ കുടിക്കുന്നത്. സോ അതിൻ്റെ വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ പറയാം കേട്ടോ. കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഫ്രൈഡേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ഹൈദരാബാദി ചിക്കനാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, പക്ഷേ ഔട്ട്പുട്ട് അടിപൊളിയായിട്ട് വന്നു. സോ ഈ വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേണമെന്നുള്ളവർ കാണാം. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡ്രില്ലടിക്കുന്ന സൗണ്ട് കേൾക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു ഡ്രില്ലിങ് പണി നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ നേഹക്ക് എനിക്കൊന്ന് നേഹാക്ക് പല്ല് തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേഹാക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രമൊക്കെ കൈ വെച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് രാവിലെ ഡ്രൈ ഫ്രൂട്ട്സ് സ്മൂത്തി ആയിരുന്നു. ഇക്ക ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ തൊലിക്കാനുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ മൂപ്പര് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. നിങ്ങൾക്കുണ്ടോ ഇങ്ങനൊരു ഹസ്ബൻഡ്? ചിക്കൻ ആയാലും എന്തായാലും നമ്മൾ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്തുകൊണ്ട് വെക്കും. അത് കണ്ടാൽ തന്നെ കയറി ഇങ്ങോട്ട് വരും. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം എടുത്തേക്കേണ്ട അവിടെ എടുത്ത് വെച്ച് നമ്മൾ കുക്കിങ്ങിനുള്ള ഇത് തയ്യാറെടുക്കുന്നതിന് മുന്നേ ഒരു സർബത്ത് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ മൂപ്പര്. അപ്പോൾ ഒരു സർബത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് പോയി. ഇത് ഒന്ന് ചിക്കൻ ഫ്രൈക്കുള്ളതും പിന്നെ ഒന്ന് ചിക്കൻ ഗ്രേവിക്കുള്ളതാണ്. അപ്പോൾ വേഗം ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ തൊലിച്ച് വെച്ച സാധനങ്ങൾ, അതായത് ക്ലീൻ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ പേസ്റ്റാക്കി വെച്ചു. പിന്നെ അരിയേണ്ടതൊക്കെ അരിഞ്ഞും വെച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട്, നമുക്കൊരു റെഡ് ഹൈദരാബാദി ചിക്കൻ ഉണ്ടാക്കിയാലോ? ബാ. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതെല്ലാം നമ്മളുടെ ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഇതിൻ്റെ അളവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, വേണ്ടവർ പോയി ചെക്ക് ചെയ്തോളി. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാവിടെയും നമ്മളുടെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു റൂം ടെമ്പറേച്ചറിൽ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 10 to 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ചിക്കനിലൊക്കെ നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു ടെംപ്റ്റിങ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചത് മാറ്റി വയ്ക്കാം. അത് മാരിനേറ്റ് ആവുമ്പോഴേക്കും ബാക്കിയുള്ള പണികൾ, ഗീ റൈസ് വെക്കുന്നതും ചിക്കൻ ഫ്രൈക്ക് പുരട്ടി വെക്കണതൊക്കെ ആ ഒരു 10 to 15 മിനിറ്റ്സിൽ തീർക്കാമെന്ന് ചോദിച്ചിട്ട് ഷട്ടപ്പടേന്ന് ഒരു സൈഡ് ഞാൻ ചിക്കൻ ഫ്രൈക്കുള്ളത് പുരട്ടുന്നു, ഒരു സൈഡ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നു. സോ അങ്ങനെ ഓരോ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ആ മസാലയിൽ കിടന്ന് സോക്ക് ചെയ്തിട്ടുണ്ട് ചിക്കൻ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ട്
ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആ ചിക്കനും ഇട്ടിട്ട് ആ ചിക്കൻ്റെയിലുള്ള ആ നമ്മൾ പെറ്റ് വെച്ച ആ ട്രേത്തെ ആ ബാക്കി മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെയും കൂടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ അത് നമ്മളെന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. കുറച്ച് മല്ലിത്തളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഈ ലിഡിൽ ഒരു കറാമ്പൂവിൻ്റെ ഒരു പീസ് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നന്നായിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അത് കുറച്ച് നേരം സെറ്റ് ആവട്ടെ, ആ മസാല ഒക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് സെറ്റ് ആവട്ടെ. മീൻ വൈൽ ആ നേരം കൊണ്ട് ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിച്ച് വന്നതിൻ്റെ കിച്ചണിൽ പോയിട്ട് നോക്കുമ്പോഴാണ് കണ്ട ഭയങ്കരമായിട്ടില്ലേ റെഡ് ഹൈദരാബാദി ചിക്കൻ. പിന്നെ ഞാൻ പോയിട്ട് അതൊക്കെ അവിടെ അടച്ചു വെച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്യാണ്. സ്കിൻ കെയർ നമ്മുടെ ജീവിതത്തിൽ വിടാൻ പാടില്ലല്ലോ. സോ സ്കിൻ കെയർ ചെയ്തിട്ട് ഇപ്പം എൻ്റെ ഫേസിൽ ഭയങ്കര മാറ്റമുണ്ട്. ഒരു കുഷൻ ഫീലിംഗ് തരുന്നുണ്ട് എൻ്റെ ഫേസിന്. എനിക്ക് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ എൻ്റെ ഫേസിൽ മാറി. അപ്പോൾ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി നിസ്കരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വയ്ക്കണം, നെയ്ച്ചോറ് സെർവ് ചെയ്ത് വയ്ക്കണം. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ, അതൊക്കെ ചെയ്ത് വയ്ക്കണം. മീൻ വൈൽ അതിൻ്റെ ഇടയിൽ നെയ്ഹാക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്: ഗീ റൈസ്, റെഡ് ഹൈദരാബാദി ചിക്കൻ ഫ്രൈ ആൻഡ് സാലഡ്. സോ നെയ്ഹാക്ക് ഫുഡ് കൊണ്ട് കാണിച്ചപ്പോൾ ചിക്കനാണെന്ന് പറഞ്ഞപ്പോൾ കണ്ട ഒരു ഡാൻസ്. അപ്പോൾ നെയ്ഹാക്ക് ഫുഡ് കൊടുത്തു. ഇപ്പോൾ ഈ സ്ലൈഡ് വാങ്ങിയതിന് പിന്നെ ഇതാണ് ഇവിടുത്തെ കലാപരിപാടികൾ. എന്ത് കഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ടി വി നോക്കുകയാണെങ്കിലും എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അവൾക്ക് ആ സ്ലൈഡ് അടുത്ത് വേണം. അപ്പോൾ നെയ്ഹാക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സോ ഇക്കാക്ക് ഇഷ്ടമായി റെഡ് ഹൈദരാബാദി ചിക്കൻ, എനിക്കും ഭയങ്കര ഇഷ്ടമായി. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഇനി എൻ്റെ വീഡിയോ ആയിട്ട് വരികയായിരിക്കും. ബൈ. പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.